ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ആൻഡ് റെഡ് ഫിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചീസ് പൊട്ടറ്റോ ബോൾസ് ആണ്. നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. അവർക്ക് എത്ര കഴിച്ചാലും മതിയാവാത്തൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് നോക്കാം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടന്നാലോ? ഇവിടെ ഞാൻ രണ്ട് വലിയ ഉരുളൻകിഴങ്ങ് എടുത്ത് ഒന്ന് പുഴുങ്ങിയിട്ട് അതൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ്, ഉള്ളി, മല്ലിയിലയാണ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ആ ഉരുളൻകിഴങ്ങിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചീസ് ബോൾസ് ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 25 ഗ്രാം ഉള്ള ചീസാണ് എടുത്തിട്ടുള്ളത്. ഇതായത് അപ്പോൾ ഇതൊന്ന് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതുകൂടി അതിലേക്ക് ആഡ് ചെയ്ത് പൊട്ടറ്റോട് കൂടി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്കത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇനി കുഴച്ചതിന് ശേഷം ഞാനത് സൈഡിൽ മാറ്റി വെക്കുകയാണ്. ഇതിനകത്ത് വെച്ച് കൊടുക്കാനുള്ള ചീസ് ഇതേപോലെ ഒരു ചീസിനെ ഞാൻ 25 ഗ്രാമിൻ്റെ ഒരു ചീസാണ്. അതിനെ ഞാൻ 4 കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കോൺഫ്ലവർ ആണ്. അതിൻ്റെ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേറെ വെള്ളമായിട്ട് പോകരുത്, കുറച്ച് കട്ടിയായിട്ട് വേണം ഇത് എടുക്കാൻ. അതിന് ശേഷം നമുക്ക് ആ പൊട്ടറ്റോ ഇതേപോലെ റൗണ്ടായിട്ട് എടുത്തിട്ട് അതിനകത്തൊരു ചെറിയ കുഴി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ചീസിനെ വെച്ചിട്ട് കൈകൊണ്ട് ഇതേപോലെ എടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. പൊട്ടറ്റോ ആയതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ബോൾസ് എല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ചെറുതായിട്ട് വേണമെങ്കിൽ ആ ചീസിനെ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് കൂടി വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഓരോന്നിനെ ഞാനൊന്ന് ബോളാക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ആ ബോൾസ് ഫസ്റ്റ് ആ കോൺഫ്ലവറിനകത്തൊന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡ് ഞാൻ നേരത്തെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട്, അതിലൊന്ന് ഡിപ്പ് ചെയ്ത് അങ്ങോട്ട് വെക്കുകയാണേ. അങ്ങനെ ഓരോ ബോൾസും അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചീസ് ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ കണ്ടില്ലേ, ഒരു ബോള് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനത് ഫസ്റ്റ് ശ്രദ്ധിക്കാതെ ഇട്ടതാണ് കേട്ടോ. അതൊന്ന് ഫ്രൈ ആവാതെ ഞാനൊന്ന് തിരിച്ചിട്ടു, അങ്ങനെയാണ് അത് പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ആ ക്യാരറ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ആ ഗോൾഡൻ കളർ വന്നിട്ട് മാത്രം അത് തിരിച്ചിട്ടാൽ മതി. കണ്ടില്ലേ, ഇപ്പം നല്ല ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടാതൊക്കെ ഒന്ന് സൂക്ഷിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ആഗ്രഹം അനുസരിച്ച് എത്ര വേണേലും നമുക്ക് വീട്ടിലാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അതുപോലെ തന്നെ നല്ല ഓയിലായിരിക്കും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ. കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് അവരെത്ര പ്രാവശ്യം യൂസ് ചെയ്തതാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ചീസ് പൊട്ടറ്റോ ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.